എൻ്റെ പേര് രാകേഷ് കുമാർ. എസ്റ്റീം ട്യൂഷൻസ് ക്ലാസ്സസ് ഫോർ മാത്തമാറ്റിക്സ് പെയർസ് ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ ടു വേരിയബിൾസ് ചാപ്റ്റർ 3 ആർ ഡി ശർമ്മ ബുക്കിൽ നിന്നും എടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ദ റേഷ്യോ ഓഫ് ഇൻകംസ് ഓഫ് 2 persons ഈസ് 11:7 and the ratio of their expenditures is 9:5 if each of them manage to save rupees 400 per month. Find their monthly incomes and expenditure. The solution നോക്കിക്കോളൂ, ഞാൻ പറഞ്ഞുതരാം. The ratio of incomes of 2 persons, രണ്ട് വ്യക്തികളുടെ വരുമാനം, അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 11:7 ആണ്. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? Let the incomes of 2 persons be 11x and 7x എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ and the ratio of their expenditures is 9:5 ആണ്. അവിടെ നമുക്ക് എന്ത് കൊടുക്കാം? The expenditure of 2 persons be 9y and 5y. അതായത് ഇൻകത്തിന് x എന്ന രീതിയിലും എക്സ്പെൻഡിച്ചേഴ്സിന് y എന്ന രീതിയിലും കൊടുക്കാം. നമുക്കറിയാം ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ, വരുമാനത്തിൽ നിന്നും നമ്മൾ ചെലവ് ചെയ്താൽ ബാക്കി എന്താണോ അതാണ് നമ്മുടെ സേവിങ്. അപ്പോൾ ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നതാണ്, നമുക്ക് അത് അറിഞ്ഞിരിക്കണം. ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നതാണ് സേവിങ്സ്. ഇതാദ്യം അറിയണം. ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ ഈസ് ഈക്വൽ ടു സേവിങ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ പ്രകാരം ആദ്യത്തെ ഇൻകം എത്രയാണ്? 11x. ആദ്യത്തെ എക്സ്പെൻഡിച്ചർ എത്രയാണ്? 9y. അപ്പോൾ അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ പ്രകാരം നമുക്ക് എങ്ങനെ എഴുതാം? അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് 11x ആണ് നമ്മൾ ഇൻകം. ആദ്യത്തെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 9y ആണ്. അപ്പോൾ ഇൻകം മൈനസ് 11x മൈനസ് 9y ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് അവർ സേവ് ചെയ്ത 400. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? ഫസ്റ്റ് ഇക്വേഷൻ 11x മൈനസ് 9y ഈസ് ഈക്വൽ ടു 400. ഇത് ഇക്വേഷൻ നമ്പർ എ എന്ന് പറഞ്ഞ് കൊടുക്കാം. അതേപോലെ രണ്ടാമത്തെ എന്താണ്? 7x. രണ്ടാമത്തെ ഇൻകം 7x ആണ്. 7x മൈനസ് 5y ഈസ് ഈക്വൽ ടു 400. ഇത് ഇക്വേഷൻ നമ്പർ ബി. ഇപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാം? ഇക്വേഷൻ സാധാരണ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ചെയ്യാം, എലിമിനേഷൻ മെത്തേഡ് ചെയ്യാം. ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്ന എലിമിനേഷൻ മെത്തേഡ്. ഒന്നല്ലെങ്കിൽ എക്സിനെ എലിമിനേറ്റ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ വൈനെ എലിമിനേറ്റ് ചെയ്ത് കളയാം. അത് കളയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ ഞാൻ വൈനാണ് എലിമിനേറ്റ് ചെയ്യുന്നതെങ്കിൽ വൈയിലെ ആദ്യത്തെ കോഎഫിഷ്യന്റ് എന്താണ്? വൈന്റെ കോഎഫിഷ്യന്റ് എന്താണ്? 9 ആണ്. ആ 9നെ ഞാൻ ഇക്വേഷൻ ബിയിൽ കംപ്ലീറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. രണ്ടാമത്തെ ഇക്വേഷനിലെ വൈന്റെ കോഎഫിഷ്യന്റ് എന്താണ്? 5 ആണ്. ആ 5നെ ആദ്യത്തെ ഇക്വേഷനിൽ കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് y ഈക്വൽ ആയിട്ട് വരും. അങ്ങനെ അതിൽ നിന്നും y എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ നമുക്ക് x കിട്ടും. അപ്പോൾ അങ്ങനെ എലിമിനേറ്റ് ചെയ്യാനുള്ള ഞാൻ ഇപ്പോൾ എലിമിനേഷൻ മെത്തേഡ് ചെയ്യുന്നത് കൊണ്ട് ഇക്വേഷൻ നമ്പർ എയിനെ രണ്ടാമത്തെ ഇക്വേഷൻ ബിയിലുള്ള വൈന്റെ കോഎഫിഷ്യന്റ് എന്താണ്? 5 ആണ്. അതിനെ ഞാൻ ഇക്വേഷൻ എയിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പോണ്. എന്താ ചെയ്യാൻ പോണ്? ഇക്വേഷൻ നമ്പർ എയിനെ ഞാൻ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എങ്ങനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? രണ്ടാമത്തെ ഇക്വേഷനിലെ വൈന്റെ കോഎഫിഷ്യന്റ് 5 ആണ്. ആ 5നെ എടുത്തിട്ട് ഞാൻ ഇക്വേഷൻ എയിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്താ വരിക? 5 into 11x, that is 55x. 5 into 9y, that is 45y. 5 into 400, that is 2000. ഈ കിട്ടുന്നത് നമുക്ക് എന്ത് കൊടുക്കാം? ഇക്വേഷൻ സി എന്ന് പറഞ്ഞ് കൊടുക്കാം. അതേപോലെ ഇപ്പൊ ഞാൻ ഇക്വേഷൻ ബിയിലുള്ള വൈന്റെ കോഎഫിഷ്യന്റ് 5 എടുത്തിട്ട് എന്ത് ചെയ്തു? എയിൽ ഇൻറ്റു ചെയ്തു. അതേപോലെ തന്നെയാണ് എയിലുള്ള വൈന്റെ കോഎഫിഷ്യന്റ് ഏതാണ്? 9. അതിനടുത്ത് ഞാൻ ഇക്വേഷൻ ബിയിൽ ഇൻറ്റു ചെയ്യണം. ഇക്വേഷൻ ബി ഇൻറ്റു 9. അപ്പൊ 9 into 7x 63x. 9 into 5y negative 45y is equal to 9 into 400 3600. The equation number D കിട്ടി. ഇപ്പൊ നോക്കിക്കോളൂ,
ഇക്വേഷൻ നമ്പർ സിയും ഡിയും എടുത്ത് നോക്കുമ്പോൾ അതിൽ വൈന്റെ കോഎഫിഷ്യന്റ് നോക്കൂ, രണ്ട് ഭാഗത്തും -45 -45 ആണ്. അത് ക്യാൻസൽ ചെയ്തു. എങ്ങനെ ക്യാൻസൽ ചെയ്യാം? ക്യാൻസൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇക്വേഷൻ സി മൈനസ് ഡി ചെയ്യും. ഇക്വേഷൻ സി മൈനസ് ഡി. എങ്ങനെ ഇക്വേഷൻ സി മൈനസ് ഡി ചെയ്യാം? മൈനസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, മൈനസ് ചെയ്യുന്ന സമയത്ത് രണ്ടാമത്തെ ഇക്വേഷനിലെ സൈൻ എല്ലാം ചേഞ്ച് ആവും. പ്ലസ് ഒക്കെ മൈനസ് ആവും, മൈനസ് ഒക്കെ പ്ലസ് ആവും. ഇവിടെ +63 ആണ്, അത് മൈനസ് ആവും. ഇവിടെ -45 ആണ്, അത് പ്ലസ് ആവും. അതാണ് നമ്മൾ ഈ നോക്കേണ്ടത്. ഇവിടെ +3600 ആണ്, അത് മൈനസ് ആവും. ഇനി ഇതാണ് നോക്കേണ്ടത്. 55x മൈനസ് 63x. 55x മൈനസ് 63x ദറ്റ് ഈസ് -8x. നമുക്കറിയാം ഒരു പോസിറ്റീവ് നെഗറ്റീവ്. പോസിറ്റീവ് 55 ആണ്, ഇവിടെ -63 ആണ്. ഒരു പോസിറ്റീവ് നെഗറ്റീവ് വരുമ്പോൾ ആദ്യം സബ്ട്രാക്ട് ചെയ്യും. 63ന്ന് 55 പോയ 8 കിട്ടും. ഏറ്റവും വലിയ നമ്പറായ 63യുടെ സൈൻ ഏതാണ്? നെഗറ്റീവ് ആണ്. പോസിറ്റീവ് ആയത് അത് മാറി, കാരണം മൈനസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു രണ്ടാമത്തെ ഇക്വേഷനൊക്കെ സൈൻ മാറുന്നു പറഞ്ഞു. പോസിറ്റീവ് ഒക്കെ നെഗറ്റീവും, നെഗറ്റീവ് ഒക്കെ പോസിറ്റീവും. അപ്പോൾ -8x കിട്ടി. -45y +45y അത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി. ഇനി എന്താ ഉള്ളത് ഇവിടെ? 2000 മൈനസ് 3600. ഒരു പോസിറ്റീവ് നെഗറ്റീവ് വരുമ്പോൾ ആദ്യം 3600 2000 മൈനസ് ചെയ്യുമ്പോൾ 1600 കിട്ടും. എന്നിട്ട് ഏത് സൈനാ കൊടുക്കുക? ഏറ്റവും വലിയ നമ്പർ 3600 സൈൻ നെഗറ്റീവ് ആണ്, അത് കൊടുത്തു. ഇനി എന്ത് ചെയ്യും? ഈ നെഗറ്റീവും വെട്ടിപ്പോയി. ബാക്കി എന്താ ഉള്ളത്? 8x. 8x ഈസ് ഈക്വൽ ടു 1600. therefore x എന്തായിരിക്കും? 1600 ഡിവൈഡഡ് ബൈ 8. അപ്പൊ എത്ര വരിക? 200 കിട്ടി. എക്സിന്റെ വാല്യൂ 200 കിട്ടി. ഇതുവരെ നന്നായിട്ട് മനസ്സിലാക്കിയ ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഈ എക്സ് കിട്ടി, നമുക്കിനി വൈയും കൂടി കിട്ടണ്ടേ? കാരണം അവർ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദെയർ മന്ത്ലി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. ഇൻകത്തിന് നമ്മൾ എക്സ് കൊടുത്തു, എക്സ്പെൻഡിച്ചറിന് വൈ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് കിട്ടി. ഇനി എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് എക്സ്. എക്സിനടുത്ത് എവിടെ കൊടുക്കണം? ഇൻ ഇക്വേഷൻ നമ്പർ എയിലോ ബിയിലോ കൊടുക്കാം. ഞാൻ കൊടുക്കുന്നത് ബിയിലാണ്. ഇക്വേഷൻ ബിയിൽ കൊടുക്കുക. അപ്പൊ എന്താ വരിക? ഇക്വേഷൻ ബി എന്താ? 7x മൈനസ് 5y ഈസ് ഈക്വൽ ടു 400 ആണ്. അപ്പോൾ 7x, എക്സിന്റെ വാല്യൂ നമുക്കറിയാം 200. അപ്പോൾ 7 × 200 ഈസ് ഈക്വൽ ടു -5y ഈസ് ഈക്വൽ ടു 400. 7 × x കാണോടെ ഞാൻ 200 കൊടുത്തു, -5y ഈസ് ഈക്വൽ ടു 400. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കിട്ടും 7 × 200 എത്ര? 1400 -5y ഈസ് ഈക്വൽ ടു 400. ഇത്രയും കാര്യം ആദ്യം നന്നായിട്ട് മനസ്സിലാക്കി എഴുതുക ആദ്യം മുതൽ, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടി 200. ആ എക്സിനെ ഇക്വേഷൻ നമ്പർ ബിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വൈന്റെ വാല്യൂ കിട്ടും. വൈന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാൻ പോണേ ഉള്ളൂ. നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പൊ എത്രയാണ്? 1400 -5y ഈസ് ഈക്വൽ ടു 400 കിട്ടി. ഇനി എന്ത് ചെയ്യാം? ശ്രദ്ധിച്ചോളൂ, ഞാൻ ഒന്നും കൂടി ഇവിടെ എഴുതാം. -1400 -5y ഈസ് ഈക്വൽ ടു 400 കിട്ടി. ഇനി എന്ത് ചെയ്യാം? ഈ -5y ഇങ്ങോട്ട് കൊണ്ടുവരാം, അപ്പൊ പ്ലസ് ആവും. ഈ 400 ഇങ്ങോട്ടും കൊണ്ടുവരാം. അപ്പൊ എന്താ വരിക? 1400 + 400 ഇങ്ങോട്ട് വരുമ്പോൾ -400 ആയി, ഈക്വൽ ടു -5y അങ്ങോട്ട് വരുമ്പോൾ +5y. ഇനി എന്ത് ചെയ്യാം? 5y ഈസ് ഈക്വൽ ടു 1400 400 പോയ 1000. then y ഈസ് ഈക്വൽ ടു 1000 divided by 5 is equal to 200. അതും 200 കിട്ടി. എക്സും 200 കിട്ടി, വൈയും 200 കിട്ടി. ഇനി അവർ ചോദിച്ചിരിക്കുന്നത് എന്താണ്?
ഫൈൻഡ് ദെയർ മന്ത്ലി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. നമ്മൾ ഓരോരുത്തരുടെയും ഇൻകം കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? 11x ആൻഡ് 7x എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇൻകം ഓഫ് 2 persons 11x ഉം 5x ആണ്. അതുപോലെ എക്സ്പെൻഡിച്ചർ ഓഫ് 2 persons എന്ന് പറഞ്ഞാൽ 9y ആൻഡ് 5y ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് സ്റ്റെപ്പില് ഇൻകം ഓഫ് 2 persons ബി നമ്മൾ കൊടുത്തിരിക്കുന്നത് 11x ആൻഡ് 7x ആണ്. അപ്പൊ ആദ്യത്തെ ആളുടെ 11x ആണ്. 11x ആണ് ആദ്യത്തെ ആളുടെ. ദാറ്റ് ഈസ് 11 ഇൻറ്റു എക്സിന്റെ വാല്യൂ നമുക്കറിയാം 200 ആണ്. അപ്പൊ 11 ഇൻറ്റു 200 2200 റുപ്പീസ്. അതേപോലെ രണ്ടാമത്തെ ആളുടെ ഇൻകം എത്രയാണ്? 7x. ദാറ്റ് ഈസ് 7 ഇൻറ്റു 200 ഈസ് ഈക്വൽ ടു റുപ്പീസ് 1400. അതും കിട്ടി. ഇനി എക്സ്പെൻഡിച്ചർ ഓഫ് 2 persons അതും കാണണമല്ലോ. എക്സ്പെൻഡിച്ചർ ഓഫ് 2 persons നമ്മൾ എന്താ കൊടുത്തിരിക്കുന്നത്? ആദ്യം എക്സ്പെൻഡിച്ചർ ഓഫ് 2 persons 9y ആൻഡ് 5y. അങ്ങനെയാണെങ്കിൽ 9y എന്തായിരിക്കും? 9y ഈസ് ഈക്വൽ ടു 9 ഇൻറ്റു വൈൻ്റെ വാല്യൂ 200. 9 ഇൻറ്റു 200 ഈസ് ഈക്വൽ ടു റുപ്പീസ് 1800. അതുപോലെ രണ്ടാമത്തെ ആളുടെ 5y ആണ്. ദാറ്റ് ഈസ് 5 ഇൻറ്റു 200 ഈസ് ഈക്വൽ ടു റുപ്പീസ് എത്രയാണ്? 1000. ഇപ്പൊ നോക്കിക്കോളൂ. ആദ്യത്തെ ആളുടെ 2200 ആയിരുന്നു ഇൻകം. ആദ്യത്തെ ആളുടെ എക്സ്പെൻഡിച്ചർ 1800. ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ 2200 മൈനസ് 1800 എത്ര കിട്ടുന്നു? 400. അതാണ് അവരുടെ സേവിങ്. അതേപോലെ രണ്ടാമത്തെ ആളുടെ ഇൻകം എന്ന് പറയുന്നത് 1400 ആയിരുന്നു. രണ്ടാമത്തെ ആളുടെ എക്സ്പെൻഡിച്ചർ പറഞ്ഞ 1000 ആയിരുന്നു. അപ്പൊ 1400 1000 പോയ എത്രയാണ്? അതും 400. അപ്പൊ നമുക്ക് രണ്ടും 400 ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. സേവിങ്സ് രണ്ടുപേരെയും സേവിങ്സ് 400 ആണ്. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതും 400 ആണ്. അതുകൊണ്ട് നമ്മൾ ചെയ്തതെല്ലാം കറക്റ്റ് ആണ്. ഒന്നും കൂടി ആദ്യം മുതൽ നോക്കി മനസ്സിലാക്കി എഴുതാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതറിയണം. ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ ഈസ് ഈക്വൽ ടു സേവിങ്സ് എന്നുള്ളത് അറിയണം. പിന്നെ നമുക്ക് തരുന്ന ഇൻകത്തിന്റെ റേഷ്യോ രണ്ടുപേരുടെയാണ്. അതിന്റെ നമ്മൾ എന്ത് ചെയ്യും? 11x ആൻഡ് 7x എന്ന് പറഞ്ഞിട്ട് കൊടുത്തു ആദ്യത്തെ. അതുപോലെ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ 9y ആൻഡ് 5y എന്ന് കൊടുത്തു എക്സ്പെൻഡിച്ചറിന്റെ റേഷ്യോ. എന്നിട്ട് എന്ത് ചെയ്യാം? നമുക്കറിയാം ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ ആണ് സേവിങ്സ് എന്നറിയാം. അപ്പോൾ ആദ്യത്തെ ആളുടെ 11xും രണ്ടാമത്തെ എക്സ്പെൻഡിച്ചർ ആദ്യത്തെ ആളുടെ എടുക്കുക. ആദ്യത്തെ മാത്രം എടുക്കുക. 11x മൈനസ് 9y ഈസ് ഈക്വൽ ടു 400. അതുപോലെ 7x മൈനസ് 5y ഈസ് ഈക്വൽ ടു 400 എടുത്തു. ഇവിടെ ഞാൻ ചെയ്യുന്നത് എലിമിനേഷൻ മെത്തേഡ് ആണ്. എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വേരിയബിളിനെ നമ്മൾ ഈക്വൽ ആക്കണം. അപ്പൊ ഞാൻ എന്ത് ചോദിച്ചാൽ ഇക്വേഷൻ നമ്പർ ബിയിലെ വൈന്റെ കോഎഫിഷ്യന്റ് ആയ 5 എടുത്തിട്ട് ഇക്വേഷൻ നമ്പർ എയിൽ കംപ്ലീറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതുപോലെ ഇക്വേഷൻ നമ്പർ എയിലുള്ള വൈന്റെ കോഎഫിഷ്യന്റ് 9 എടുത്ത് ഇക്വേഷൻ ബിയിൽ കംപ്ലീറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് സിയും ഡിയും കിട്ടി. അതിൽ നിന്നും ആ വൈ എലിമിനേറ്റ് ചെയ്ത് പോകും. അപ്പോൾ അതിൽ നിന്നും എക്സ് കിട്ടും. ആ എക്സ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? എക്സിനെ എടുത്തിട്ട് ബിയിലോ അല്ലെങ്കിൽ എയിലോ സബ്സ്റ്റിറ്റ്യൂട്ട്. ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് ബിയിലാണ്. അങ്ങനെ ബിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. എന്ത് കിട്ടും? വൈ കിട്ടും. ആ വൈ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സും വൈയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. നമ്മൾ ആദ്യം ലെറ്റ് എന്താണ് കൊടുത്തിരിക്കുന്നത്? ഇൻകം ഓഫ് 2 persons ബി 11x ആൻഡ് 7x ആണ്. ആ 11x എന്ന് പറഞ്ഞത് 11 ഇൻറ്റു 200 7x എന്ന് പറഞ്ഞാൽ 7 ഇൻറ്റു 200 ഇൻകത്തിന്റെ രണ്ടുപേരെയും ഇൻകം കിട്ടി. അതേപോലെ എക്സ്പെൻഡിച്ചർ ഓഫ് 2 persons 9y ആൻഡ് 5y ആണ്. അവിടെ y 200 ആണ്. അപ്പൊ 9 ഇൻറ്റു 200 ചെയ്യുക, 5 ഇൻറ്റു 200 ചെയ്യുക. രണ്ട് ആൻസറും കിട്ടും. ഇതിന്റെ ഓരോ ആദ്യത്തെ ആളുടെ ഇൻകവും ആദ്യത്തെ ആളുടെ എക്സ്പെൻഡിച്ചർ നോക്കുക. 2200 1800. അതിന്റെ ഡിഫറൻസ് നോക്കുമ്പോൾ 400 ആണ്. അതാണ് നമ്മുടെ സേവിങ്സ് പറയുന്നത്. അതേപോലെ രണ്ടാമത്തെ ആളുടെ ഇൻകം എന്ന് പറഞ്ഞാൽ 1400 1400 ആണ്. രണ്ടാമത്തെ ആളുടെ രണ്ടാമത്തെ ആളുടെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 1000 ആണ്. 1400 മൈനസ് 1000 ചെയ്യുമ്പോൾ 400 കിട്ടും. അതാണ് അവരുടെ സേവിങ്സ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കി സ്റ്റെപ്പായിട്ട് എഴുതുക, പോസ് ചെയ്ത് എഴുതുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.